തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐബി ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ പ്രണയ തകർച്ചയെന്ന പോലീസ്. ഐബി ഉദ്യോഗസ്ഥനുമായി മേഘ പ്രണയത്തിലായിരുന്നു. യുവാവ് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ മനോവിഷമത്തിലാണ് മേഘ ജീവനൊടുക്കിയതെന്ന് പോലീസ് പറയുന്നു. മേഘയുടെ സംസ്കാര ചടങ്ങുകൾ ഉടൻ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് കൃഷ്ണമോഹനാണ് ചേരുന്നത്. കൃഷ്ണമോഹൻ, ഈ കുടുംബം ചില ദുരൂഹതകൾ സംശയിക്കുന്നതായി ആരോപണം ഉന്നയിച്ചിരുന്നു. അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനിടയിൽ പോലീസിൽ നിന്നടക്കം കിട്ടുന്ന വിവരങ്ങൾ എന്താണ് കൃഷ്ണമോഹൻ? രാവിലെ സംസാരിച്ചപ്പോൾ അമ്മാവനാണ് പറഞ്ഞത് ഇതിൽ സംശയങ്ങളുണ്ട്, ആ ദുരൂഹതയും സംശയം നീങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ഐബിക്കും തിരുവനന്തപുരം പേട്ട പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്ന് കുടുംബം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പ്രാഥമികമായി തന്നെ ഐബിയും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയതാണ്. അതിൽ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത് മേഘയ്ക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഐബിയിലെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥൻ മലപ്പുറം സ്വദേശിയാണ്. അയാളുമായി മേഘയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു. ആ ബന്ധം പിന്നീട് പിരിയുന്ന സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ വേർപെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഒരു അടുപ്പം ഇല്ലാതായതിൻ്റെ മനോവിഷമം മേഘയ്ക്കുണ്ടായിരുന്നു. അതിൻ്റെ നൈരാശ്യത്തിലാണ് മേഘ ജീവനൊടുക്കിയതെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ നിഗമനം. ഇത് പ്രാഥമിക അന്വേഷണത്തിൽ വിലയിരുത്തൽ മാത്രമാണ്. കുടുംബം ഈ ദുരൂഹത ആരോപിച്ച് പരാതി നൽകിയ സാഹചര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് ഐബിയും പോലീസും പോകും. പ്രാഥമികമായി ഈ ലോക്കോപ്പൈറ്റിൻ്റെ അടക്കം മൊഴി പോലീസിന് കിട്ടിയിരുന്നു. കാരണം ഈ കുട്ടി വന്ന് ഈ രാത്രി ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അതേ യൂണിഫോമിൽ അവിടെ എത്തി ഈ ട്രെയിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. അപ്പോൾ ലോക്കൽ പൈലറ്റിൻ്റെ മൊഴി ഉണ്ടായിരുന്നു, ട്രെയിന് മുന്നിലേക്ക് ഈ കുട്ടി ചാടിയതായി. അദ്ദേഹമാണ് പിന്നീട് സ്റ്റേഷൻ മാസ്റ്റർ വിവരം അറിയിച്ചത്. അപ്പോൾ ഈ കുട്ടി ട്രെയിന് മുന്നിലേക്ക് ചാടിയതാണെന്നുള്ള കാര്യം പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കാരണമായി ഈ CDR ഫോൺ രേഖകളടക്കം പ്രാഥമികമായി പരിശോധിച്ചാണ് പോലീസ് പറയുന്നത്. മലപ്പുറം സ്വദേശിയായ ഐബിയിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥനുമായി പരിചയമുണ്ടായിരുന്നു. അത് പിന്നീട് അവർ തമ്മിൽ വേർപിരിയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയുള്ള അതിന്റെ നൈരാശ്യത്തിൽ ഈ കുട്ടി ജീവനൊടുക്കിയതാകാമെന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. പക്ഷേ കുടുംബത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരാതിയും പരസ്യമായ ഈ ആവശ്യവും രേഖാമൂലം കിട്ടിയ പരാതിയിലും ഗൗരവമായ അന്വേഷണം ഉണ്ടാകും. കാരണം 24 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ്. 13 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഐബിയിൽ ജോലിയിൽ പ്രവേശിച്ചിട്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കുടുംബം പറഞ്ഞതുപോലെ മറ്റ് പ്രശ്നങ്ങളോ വിഷമങ്ങളോ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതുതന്നെയാണോ കാരണമെന്ന് സംബന്ധിച്ച് വിശദമായ പരിശോധന ഉണ്ടാകും. നിലവിൽ അവരുടെ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇത്തരത്തിൽ യുവാവുമായുള്ള അടുപ്പം, അത് പിന്നീട് അവർ വേറെ പിരിയുന്നു, ആ ഒരു നൈരാശ്യത്തിൽ ജീവനൊടുക്കിയതാകാം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. ശരി കൃഷ്ണമോഹൻ, അച്ഛനമ്മമാരുടെ ഒരേ ഒരു മകളാണ്. 24 വയസ്സ് മാത്രമാണ് പ്രായം. മിടുമിടുക്കിയായ പെൺകുട്ടിയായിരുന്നു മേഘ. ഇന്നലെ രാവിലെയാണ് ഈ ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയത്. പോലീസ് പ്രണയ നൈരാശ്യം എന്ന് പറയുമ്പോഴും കുടുംബത്തെ സംബന്ധിച്ച് സംശയങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പരാതിയുമായി നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെയാണ്.